ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ട്, അപ്പോൾ പെരുന്നാളും നോമ്പൊക്കെ കഴിഞ്ഞല്ലോ. പിന്നെ ഈ നോമ്പിന് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെക്കും, പക്ഷേ എനിക്ക് ടൈം കിട്ടാറുണ്ടായിരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ പെരുന്നാളിൻ്റെ ഒക്കെ പിന്നെ ആ ഒരു ഇതെല്ലാവരും വീട്ടിൽ വന്നതും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഇൻഷാ അള്ളാ എഡിറ്റ് ചെയ്ത് കണ്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണം. പിന്നെ അപ്പോൾ പെരുന്നാളും നോമ്പൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കണം. ആർക്കും അസുഖവും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അൽഹംദുലില്ലാ ഞാനും കുടുംബം സുഖമായിട്ട് ഇരിക്കുകയാണ്. ഇപ്പം എന്താ പറയുക, ഇങ്ങനെ ഒരു ഇടക്കാല മഴ വന്നതുകൊണ്ട് എല്ലാവർക്കും അതിൻ്റെ ആ ഒരു കാലാവസ്ഥൻ്റെ മാറ്റം കൊണ്ടൊക്കെ ഒരുപാട് പേർക്കൊക്കെ പനി അങ്ങനത്തെ ഓരോന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ചൂടായതുകൊണ്ട് ചിക്കൻ ബോക്സ് അങ്ങനത്തെ ഓരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അങ്ങനത്തെ ഇതൊന്നും വന്നിട്ടില്ല, വരാതിരിക്കട്ടെ. അപ്പം ആർക്കും വരാതിരിക്കട്ടെ. അപ്പം പിന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കണം എന്താ വെച്ചാൽ, ഇപ്പം നോമ്പായതുകൊണ്ട് നമ്മൾ ഒന്നെങ്കിൽ താളിപ്പ്, പിന്നെ ഉണക്കമീൻ അല്ലെങ്കിൽ പച്ചമീൻ പൊരിച്ചത്, അങ്ങനെ അങ്ങനെ ഒക്കെ മാത്രമാണ്. വലിയ കറികളൊന്നും നമ്മൾ അങ്ങനെ ഉണ്ടാക്കില്ലല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ പെലച്ചക്ക് ഇപ്പം നമ്മൾ അങ്ങനെ അധികം കഴിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ കുറേ ദിവസമായിട്ട്, നോമ്പിൻ്റെ മുമ്പേ ഞാൻ കുറേ ദിവസമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കറിയാണ് ഇട്ടത്, പിന്നെ അങ്കമാലി മാങ്ങാക്കറി. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഈ ഒരു മാങ്ങാക്കറി നമ്മളവിടെ ഒന്നും ഉണ്ടാക്കാൻ പറ്റൂലേ, കാരണം അവിടെ അങ്കമാലി പോയാലേ ഇത് കഴിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അങ്ങനെയൊക്കെ ഒരു വിചാരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ. ഇപ്പോഴാണ് മനസ്സിലായത് അത് പേര് മാത്രമേ ഉള്ളൂ, ആ ആ ഒരു നാട്ടിലത്തെ സ്റ്റൈലാണെന്നുള്ളത് മനസ്സിലായി. അപ്പം അങ്ങനെ നമ്മളും അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ 2 പച്ചമാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം 2 അല്ല 3 കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഞാൻ അവിടെ അച്ചാറിട്ടിച്ചു, 2 അവിടെ മാറ്റി വെച്ചു. പിന്നെ അതുപോലെ ഒരു അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ കുറേ ദിവസമായി ആഗ്രഹിക്കണം. എല്ലാവരും പറയുന്നത് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞു തന്നത് കേട്ടോ, ഇങ്ങനെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മാങ്ങാക്കറി വെച്ചാൽ എന്നുള്ളത്. അപ്പോൾ നോമ്പിന് വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പെലച്ചക്ക് ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയിട്ടില്ലെങ്കിൽ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, ഇപ്പോൾ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞല്ലോ. അപ്പം പിന്നെ ഇന്ന് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ചെയ്ത് കഴിഞ്ഞപ്പം. പിന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് വേറൊരു കറിയൊന്നും വേണ്ട, ഈ മാങ്ങാക്കറി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വെള്ളാർച്ച ചോറുന്ന കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കണം എന്നുള്ളതൊന്ന് നോക്കാം. എനിക്ക് പറഞ്ഞ രീതിയിലാണ് ഞാൻ ചെയ്യണത്. ചില ആളുകൾക്കൊക്കെ അറിയിക്കാരം അങ്കമാലി മാങ്ങാക്കറി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയിക്കാരം. അപ്പം ഞാൻ പിന്നെ 2 വല്യുള്ളി, അതായത് മീഡിയം സൈസുള്ള 2 വല്യുള്ളി ഞാനിത് അതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽക്കിതാ ഞാൻ കുറച്ച് ഇഞ്ചി, പിന്നെ ഒരു സ്പൂൺ നിറച്ചുണ്ടാവും കേട്ടോ ഇഞ്ചി. പിന്നെ അതുപോലെ തന്നെ ഒരു 3 പച്ചമുളകും ഞാനത് അതേപോലെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് മാങ്ങയും പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. അല്ലാതെ തേങ്ങ അരച്ചിട്ട്, ഞാൻ ആദ്യം വിചാരിച്ചു തേങ്ങയൊക്കെ അരച്ചിട്ടാണ് ഈ കറിയുന്നത്, അങ്ങനെയൊന്നും അല്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരും ചെയ്യുമെന്നുള്ളത് അറിയില്ല, അപ്പോൾ എനിക്ക് ടിപ്സായിട്ട് എന്താണെന്ന് അറിയില്ല, എനിക്ക് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നതാണ്. അപ്പം അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതാ കുറച്ച് സുർക്ക ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അതായത് വിനീഗർ കേട്ടോ. അപ്പോൾ ഈ വിനീഗർ ഇല്ലെങ്കിൽ നാരങ്ങ നീരുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പം ഞാൻ വിനീഗറാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, എനിക്ക് നാരങ്ങ ഇല്ല. അപ്പം പിന്നെ ആ ഒരു പുളിക്ക് എന്തിനാന്നുള്ള അറിയില്ല, അങ്ങനെ കുറച്ച് ഒഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അതും കുറച്ച് ഒഴിച്ചിട്ട് ഞാൻ അത് നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ മസാല എല്ലാ ഇതിക്കും പച്ചമുളകും ഉള്ളിലും എല്ലാ ഒരു ഭാഗത്തേക്കും നന്നായിട്ട് തന്നെ കുഴച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പിന്നെ മാങ്ങ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു മാങ്ങയാണ് കേട്ടോ. അതിൻ്റെ പേരിപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് കുറച്ച് തോല് ചെത്തിയതും കുറച്ച് തോല് ചെത്താതെയാണ്. എനിക്ക് തോല് ചെത്താതെയാണ് മാങ്ങാക്കറി കിട്ടുന്നത് ഇഷ്ടമായിട്ട്. എനിക്ക് ആ തോല് കഴിക്കണം നല്ല ഇഷ്ടമാണ്. ഇത് കയ്പുള്ള തോലൊന്നും അല്ല കേട്ടോ. അപ്പം അങ്ങനെ നന്നായിട്ട് തന്നെ ആ മാങ്ങയും അതിലിട്ടുങ്ങാണ്ട് ഒന്ന് മിക്സ് ആക്കിയാണ്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഫസ്റ്റ് ഞാൻ അങ്ങനെ കുഴച്ച് വെച്ചില്ല, അങ്ങനെ കുഴച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് അങ്ങനെ മാറ്റി വെക്കണം. അതിന് ശേഷമാണ് ഈ മാങ്ങ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനതിൽ പറയാൻ വിട്ടതാണ്. അപ്പം ഞാൻ മാങ്ങ അതുപോലെ തന്നെ ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും വെക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഒരു 2 മിനിറ്റൊക്കെ മതി. അപ്പോൾ അതിൽ ആ ഒരു ഇതൊക്കെ പിടിച്ചിട്ട് വരുമ്പോഴത്തേന് നമുക്കിതാ. അപ്പോൾ ഞാൻ ഇനി ചട്ടി അടുപ്പത്ത് വെക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഞാനിവിടെ 1-ാം പാലും 2-ാം പാലും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1-ാം പാലാണ് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. 2-ാം പാൽ നമ്മളിതൊന്ന് തിളച്ച് ഒരു 3/4 വേവാകുമ്പോൾ മാത്രമാണ് 2-ാം പാലും കൂടി 1-ാം പാൽ ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ നമ്മൾ 1-ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അങ്കമാലി മാങ്ങാക്കറിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ തേങ്ങാപ്പാൽ തന്നെയാണ് കേട്ടോ. തേങ്ങാപ്പാലും പിന്നെ അതുപോലെ തന്നെ മാങ്ങ, അതാണ് അങ്കമാലി മാങ്ങാക്കറി എന്നുള്ള അതിൻ്റെ പേര് തന്നെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിലേക്ക് പിന്നെ 2-ാം പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. 1-ാം പാൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് അതിൻ്റെ 2-ാം പാൽ അങ്ങനെ എടുത്തത് കേട്ടോ.
ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം. നമ്മൾ കൈ വെച്ചുകൊണ്ട് നന്നായിട്ട് കുഴച്ചല്ല, ആ ഒരു സമയത്ത് ഇട്ട് കൊടുക്കട്ടോ. അപ്പം ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇട്ട് കൊടുക്കാൻ. അപ്പം ഇനിയിപ്പോൾ ഇപ്പം ഇട്ട് കൊടുക്കല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ പിന്നെ ചെറിയ സ്പൂണാണ്, അപ്പോൾ 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് എന്ത് ചെയ്യുക, അടച്ച് വെച്ചിട്ട് ഒരു 3/4 വേവാവണ വരെ അങ്ങനെ അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് ടൈം കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ആ ഒരു പറഞ്ഞ ടൈം ആയിട്ടുണ്ട്. ഞാൻ തുറന്നിട്ട് നമുക്കൊന്ന് നോക്കാം എന്താ മട്ടൻ എന്നുള്ളത് കേട്ടോ. അപ്പം ഇതൊരു 3/4 വേവ് ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് നോക്കിയിട്ട് പിന്നെ ഞാൻ ആ ഒരു സമയത്ത് ഇതാ 1/4 പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത്, അതായത് 3/4 വേവല്ല ആയിട്ടുള്ളൂ. ഒന്നും കൂടി ഇങ്ങോട്ട് തിളച്ച് വന്നോട്ടെ. പിന്നെ പ്രത്യേകിച്ച് മൺചട്ടി ആകുമ്പോൾ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ഇതിൽ മൺചട്ടിയിൽ കുറച്ച് സമയം ചൂടുണ്ടാവുമല്ലോ, അപ്പം അതൊന്ന് കരുതിയാൽ മതി കേട്ടോ. അപ്പോൾ അതാ പിന്നെ നമ്മൾ ഒന്നും കൂടി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ മാങ്ങയൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും. അപ്പം മാങ്ങ അല്ലെങ്കിലും നമ്മൾ വെറുതെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് വെറുതെ വേവിച്ച് കണ്ട് കുറച്ച് അങ്ങനെ ആക്കിയാലും നല്ല ടേസ്റ്റ് ആണല്ലോ മാങ്ങയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് തന്നെ ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്മെല്ല് തന്നെ നല്ലൊരു ടേസ്റ്റുള്ള സ്മെല്ല് കിട്ടും. അപ്പോൾ എനിക്കിത് ഇതാണ്ടോ നോക്കിയപ്പോൾ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനൊരു കഷ്ണം എടുത്ത് കഴിച്ചും ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ അങ്ങനെയാണ് കാത്തുക്കാനൊന്നും നേരം ഉണ്ടാവില്ല, നമ്മൾ വേഗം എടുത്ത് തിന്നും. അച്ചാറിട്ടാലൊക്കെ പൊതുവേ അങ്ങനെ തന്നെയാണ്, കാത്തുക്കാൻ ഒഴിവുണ്ടാവില്ല. 2-3 ദിവസമൊക്കെ നിന്നാൽ അച്ചാർ ടേസ്റ്റ് ഉണ്ടാവും. ഒരു സമയത്ത് ഞങ്ങളെ വീട്ടിൽ അച്ചാർ കഴിയും കേട്ടോ. അങ്ങനെയാണ് വീട്ടിലത്തെ അവസ്ഥ. അപ്പം അങ്ങനെ ഞാൻ ഇനിയിപ്പോൾ ആ ചട്ടി കിടന്നിട്ട് തിളക്കും. അപ്പം പിന്നെ വല്ലാതെ ചട്ടി അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പം അത് മാറ്റി വെച്ച് കൊടുത്തിട്ട് നമുക്ക് താളിച്ചെടുക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്ടിൻ്റെ കഥ പറയുകയാണെങ്കിൽ കുറേ തവണ ഞാനത് ഒഴിവാക്കിയാലോ എന്ന് വിചാരിക്കും. പിന്നെ ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെക്കും കേട്ടോ. പിന്നെ കൈയല്ലേ പോയിട്ടുള്ളൂ. അപ്പം പിന്നെ നല്ല ഉപകാരമാണ് ഈ ഒരു ചട്ടി ഉണ്ട്, അതുകൊണ്ട് ഒഴിവാക്കാനൊന്നും തോന്നൂല കേട്ടോ. അപ്പോൾ അതാ നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ കടുക് ഇഷ്ടമുണ്ടാവില്ല, ചിലപ്പോൾ ഉലുവ ഇഷ്ടമുണ്ടാവില്ല. രണ്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ ഏതാ ഇഷ്ടമില്ലാത്ത വെച്ചാൽ ഒഴിവാക്കാം കേട്ടോ. അങ്ങനെ അതാ കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ഉണ്ടല്ലോ, ഒരു 2-3 വെളുത്തുള്ളിന്റെ ചെറിയ അല്ലി ഉണ്ടല്ലോ, അപ്പൊ അതും എടുത്തിട്ട് കണ്ട് ഞാൻ ചെറുതാക്കി അരിഞ്ഞു കണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പം നമ്മൾ ചുമന്ന മുളക്, അതായത് ഉണക്കമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉണക്കമുളകിന്റെ കുരു ഞാൻ കുറച്ച് കളഞ്ഞിട്ടുണ്ട്. ഒരുപാട് കുരുള്ള സൈസ് ഉണക്കമുളക് ചെയ്യുന്നു. അപ്പം നമ്മൾ അങ്ങനെ കറിക്ക് കുറച്ച് എരുണ്ടാവും, പച്ചമുളകൊക്കെ ഇട്ടതുകൊണ്ട് എരുണ്ടാവും. അപ്പം ഇനി വല്ലാതെ എരു വേണ്ട വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് തന്നെ ഇളക്കി നമ്മൾ ആ ഒരു ചുവപ്പ് നിറാവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ താളിപ്പ് റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പം ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിൻ്റെ ഇല നമുക്കിതിൻ്റെ മുമ്പ് നമ്മൾ കുഴച്ച ടൈം ഉണ്ടല്ലോ, ആ ഒരു ഉള്ളിയും മാങ്ങയൊക്കെ ഇട്ട് കുഴച്ചില്ല, അപ്പോഴും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ ഈ ഒരു സമയത്താണ് ഇട്ട് കൊടുത്തത്, കാരണം ആകെ 2 കറിവേപ്പിൻ്റെ ഇല ഉള്ളിരുന്നു. അപ്പോൾ അതെടുത്ത് കണ്ട് 2 തവണക്ക് ഉണ്ടാവില്ലല്ലോ. അങ്ങനെ നമ്മൾ താളിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കിയത്. എനിക്കൊരാൾ പറഞ്ഞു തന്ന രീതിയിൽ ആ ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. എന്തായാലും പറഞ്ഞു തന്ന അറിവ് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് വേറെ കൂട്ടാനൊന്നും വേണ്ട. ഈ ഒരു മാങ്ങാക്കറി ഉണ്ടെങ്കിൽ തന്നെ വെള്ളമരച്ച് ചോറുന്നാനൊക്കെ പറ്റും. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളതൊന്ന് പറയണം കേട്ടോ. പിന്നെ ഇങ്ങനെയല്ല ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പറഞ്ഞു തരിക. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ വെറൈറ്റി കറികളൊക്കെ. നമ്മളെ നാട്ടിലത്തെ അല്ലാത്ത പുറത്തുള്ള നാട്ടുകാരൊക്കെ വെക്കുമ്പം ആ ഒരു രസമല്ലേ, അപ്പോൾ ആ ഒരു ഇതൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എന്തെങ്കിലും തെറ്റുകുറ്റുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെയാണല്ലോ നമുക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ശീലങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. താങ്ക്